ഞാനിപ്പോ രേണു കാണിക്കുന്ന കണക്ക് ഒരു കൈയില്ലാത്ത ബ്ലൗസും വയറും ഒക്കെ കാണിച്ചു നിന്നാ ഇതിനേക്കാളും മേളിൽ ഞാൻ കയറിപ്പോ. എനിക്ക് അതിനകത്ത് താല്പര്യമില്ല. ആ കാശ് എനിക്ക് വേണ്ട. ചെകിടിനിട്ട് അടിക്കേണ്ടതാണെ അടിക്കുക തന്നെ ചെയ്യും. ഞാൻ അവന്റെ കൂടെ പോയി, അല്ലെങ്കിൽ ഇവന്റെ കൂടെ പോയി, ഇല്ലെങ്കിൽ അങ്ങനെപ്പെട്ട ഒരുത്തിയായിരുന്നു. ഒരാളെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരാൾ, ധൈര്യമുള്ള ഒരാൾ വരട്ടെ. വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും വരട്ടെ. ഇവന്മാര് മറ്റുള്ളവരെ വിളിച്ച് പറയാതെ ഈ ഒളിഞ്ഞിരുന്ന് കമന്റ് ഇടാൻ നേരിട്ട് വാ. ഞാൻ വെല്ലുവിളിക്കുവാണ്. നേരിട്ട് വാ. നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കും. ചങ്കുറപ്പുണ്ടെങ്കിൽ, ആണാണെങ്കിൽ. രേണു ഇപ്പൊ നിൽക്കുന്ന ഫീൽഡ് എന്റെ ഫീൽഡാണ്. രേണു കൂടിപ്പോ ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയർ രേണു അഭിനയിക്കാൻ പോകുന്നതും എന്റെ ആൾക്കാരോട് തന്നെയാണ്. അത് രേണു ചിന്തിച്ചിട്ടില്ല. മനസ്സിലായി? രേണുവിന് അറിയില്ല ഞാൻ ആരുമൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്, ആരുമൊക്കെ ആയിട്ട് ഞാൻ കോണ്ടാക്ട് വെക്കുന്നുണ്ട്. ഇതൊന്നും രേണുവിന് അറിയില്ല. രേണു പോയ കോടാലി കണക്ക് ഇങ്ങനെ സംസാരിക്കും. കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയുടെ 3ാമത്തെ ഭാര്യയാണല്ലോ രേണുസുധി. രേണുസുധി എല്ലായിടത്തും പറഞ്ഞ ഞാനാണ് 2ാം ഭാര്യ, 2ാമത് വിവാഹം കഴിച്ച അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന, മക്കളെ നോക്കിയത്, മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഇപ്പോഴും ലീഗലി കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും അവള് തന്നെയാണ് വൈഫ്. അതൊരിക്കലും ഞാൻ ഇല്ലാന്നും പറയത്തില്ല. അവള് വൈഫ് അല്ലെന്ന് പറയാനായിട്ടുള്ള ഇതും എനിക്കില്ല. കാരണം സുധിച്ചേന്റെ ഒരു കുഞ്ഞിനെ അവള് പ്രസവിച്ചതാണ്. ശരിക്കും സുധിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. സുധിച്ചേന്റെ വീട്ടിലാണ് ഞാൻ ഒരു 6 മന്ത് വരെ താമസിച്ചത്. 2015 ആയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. 2014 ആയപ്പോഴും പ്രശ്നങ്ങൾ തുടങ്ങി. അത്യാവശ്യം പ്രശ്നങ്ങൾ തുടങ്ങി. പിന്നെ അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. അത് ശരിക്കും രേണുവിന്റെ വിഷയം തന്നെയായിരുന്നു. കിച്ചുവായിട്ടുള്ളൊരു ബന്ധവും സൗഹൃദവും അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കിച്ചുവായിട്ട് നല്ല ബന്ധം തന്നെയായിരുന്നു. പിന്നെ കിച്ചുവിന് ഞാൻ എപ്പോഴും വഴക്കൊക്കെ പറയായിരുന്നു. എന്താണെന്നറിയോ, അത് അവന്റെ ബോഡി ഇപ്പൊ ഒതുങ്ങിയപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കിച്ചു എപ്പോഴും ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത്. അതിൽ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ട്. കൊച്ചിന് അങ്ങനെ ഫാസ്റ്റ് ഫുഡ് എപ്പോഴും മേടിച്ചു കൊടുക്കരുത്. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധിച്ചേട്ടനെ 1 ലക്ഷം രൂപ എന്നാണ് ഒഴിവാക്കി വിട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന കൊച്ചിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു സുധിച്ചേട്ടൻ. എന്നെ ഇടയ്ക്ക് നിർത്തിയിട്ടാണ് വാങ്ങിയത്. അപ്പം ഈ ബന്ധം ഒഴിയുന്ന സമയത്ത് എനിക്ക് തിരിച്ചു വേണം, എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, എനിക്ക് തിരിച്ചു വേണം, എനിക്ക് ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ഒരിക്കലും ഞാൻ സുധിച്ചേട്ടനെ നോക്കാതൊന്നും ഇരുന്നിട്ടില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നോക്കിയിട്ടുള്ള, എന്നെയും അതുപോലെ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ സുധിച്ചേട്ടനോട് കൂടുതൽ വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മദ്യപാനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെയാ ആയിരുന്നു. എപ്പോഴും മദ്യപിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ സുധിച്ചേട്ടന് മദ്യം വേണം, ഉച്ചയ്ക്കും വേണം, വൈകിട്ടും വേണം. അങ്ങനെ ഒരു, ഞാൻ തെറ്റായിട്ടൊന്നും പറയുമല്ല, സുധിച്ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞതാണ്, മദ്യം വേണമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരോടും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരോടും വെളിയിൽ സുധിയുടെ കൂട്ടുകാരോടും ഞാൻ നിങ്ങൾക്ക് തെളിവ് കേൾപ്പിച്ചു തരാം. തെളിവ് ഇതിനകത്തുണ്ട്. കൂട്ടുകാരോടും ഞാൻ സുധിയായിട്ട് ലിവിൻ ടുദർ ആയിരുന്നു. ഈ ലിവിൻ ടുദർ എന്ന് വെച്ചാൽ എന്താണെന്ന് ചിലപ്പം ആ കുട്ടിക്ക് അറിയത്തില്ലായിരിക്കും. സുധി എന്നെ ഒഴിവാക്കി വിടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതൊരു 6 മാസ കാലമായിട്ട് ഞാനത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാനത്, എനിക്കും പ്രോഗ്രാമിന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഞാനും അത് വലിയ കണക്കിലെടുത്തില്ല. കാരണം വിവരം ഇല്ലാത്തവർ പലതും പറയും. നമുക്ക് അതിന്റെ പുറകെ പോകാൻ സമയമില്ല. എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ വീട്, എൻ്റെ അമ്മ, എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ നടക്കുമായിരുന്നു. അപ്പോഴ് കേട്ട് ഞാൻ മടുത്ത് ബ്രോ. എനിക്ക് വെളിയിലേക്ക് വരാനും ഒട്ടും താല്പര്യമില്ലായിരുന്നു. എനിക്ക് വെളിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴേ വരായിരുന്നു. അത് സമയം കഴിഞ്ഞു പോയി. വെളിയിലേക്ക് വരാനുള്ള സമയം കഴിഞ്ഞു പോയി. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ രാവിലെ ഒരു മഴയത്ത് വന്നൊരു ആർട്ടിസ്റ്റ് ബേസിൽ നിൽക്കുന്ന ഒരാളല്ല. ഇതിനകത്ത് കുറെ ആൾക്കാർ പറയും ഞാൻ ഇവരെ കണ്ടിട്ടില്ലല്ലോ, ഇവര് സിനിമയിലുണ്ടോ അല്ലെങ്കിൽ സീരിയലിലുണ്ടോ. ഞാൻ സീരിയൽസ് ചെയ്യുന്നുണ്ട്, തമിഴ് ചെയ്യുന്നുണ്ട്, മലയാളം ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ എല്ലാം ഏകദേശം നിർത്തി വെച്ചിരിക്കുവാണ്. റിയാലിറ്റി ഷോസുകൾ ചെയ്യുന്നുണ്ട്. മഴവിൽ മനോരമയിലാണെങ്കിലും എൻ്റെ ലാസ്റ്റ് ഫ്ലോർ മഴവിൽ മനോരമയായിരുന്നു. ഇവരെ കോമഡി ഫെസ്റ്റിവലിൽ ശിവമുരളിച്ചേട്ടൻ്റെ കൂടെയാണ് അന്ന് ഞാൻ പ്രോഗ്രാം ചെയ്തത്. ഇവര് വേറെ ടീമായിരുന്നു. എന്റെ ലാസ്റ്റ് ഫ്ലോർ അതായിരുന്നു. സുധിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. സുധിച്ചേന്റെ വീട്ടിലാണ് ഞാൻ ഒരു 6 മന്ത് വരെ താമസിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ മക്കളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോളയത്തോട്ടിൽ തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ അവിടേക്ക് നമ്മൾ മാറുന്നത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ മെസ്സേജും കാര്യങ്ങളും ഒക്കെ കാണുന്നതും. പിന്നെ 2015 കാലഘട്ടം, 2014 ആ ഒരു കാലഘട്ടമൊക്കെ തന്നെയായിരുന്നു.
ഈ 2012 അവസാന സമയങ്ങളിലാണല്ലോ വിവാഹം കഴിച്ചത്, ഡിസംബറിൽ. അതെ അതെ അതെ. അതിനുശേഷം ഇപ്പം 2015 ആയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. 2014 ആയപ്പോഴേ പ്രശ്നങ്ങൾ തുടങ്ങി, അത്യാവശ്യം പ്രശ്നങ്ങൾ തുടങ്ങി. പിന്നെ അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. അത് ശരിക്കും രേണുവിന്റെ വിഷയം തന്നെയായിരുന്നു? രേണുവിന്റെ വിഷയം മാത്രമല്ല, അത് ഞാൻ പറയുന്നില്ല. കാരണം എനിക്കങ്ങനെ എല്ലാം പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് ഇപ്പോഴും എനിക്കും അറിയില്ല. ഇതെങ്ങനെ പെട്ടെന്ന് സഡൻലി അങ്ങനെ ഒരു തീരുമാനം എടുത്ത് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി എന്നൊന്നും എനിക്കറിയില്ല. കുറെ ഫോൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഞാൻ സൂചന നോക്കാതൊന്നും ഇരുന്നിട്ടില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നോക്കിയിട്ടുള്ള, എന്നെയും അതുപോലെ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ സൂചനയോട് കൂടുതൽ വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മദ്യപാനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെയാ ആയിരുന്നു. സ്ഥിരം മദ്യപാനത്തിലേക്ക് മദ്യപിക്കുമായിരുന്നു, എപ്പോഴും മദ്യപിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ സുചേട്ടന് മദ്യം വേണം, ഉച്ചയ്ക്കും വേണം, വൈകിട്ടും വേണം. അങ്ങനെ ഒരു, ഞാൻ തെറ്റായിട്ടൊന്നും പറയുമല്ല, സുചേട്ടൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞതാണ്, മദ്യം വേണമായിരുന്നു. ശരിക്കും നിങ്ങളുടെ ഫാമിലി ലൈഫ് അതൊരു മദ്യത്തിൽ കൂടെ ഇല്ലാതായി പോയിട്ടുണ്ട് ശരിക്കും? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. മദ്യപിച്ച് ഓടെ കിടക്കുന്നയോ അല്ലെങ്കിൽ മദ്യപിച്ച് ഇങ്ങനെ അവശനായിട്ട് ഒരാൾ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നയോ അങ്ങനെയൊന്നുമില്ല. പുള്ളിക്കാരൻ വീട്ടിൽ ഇരുന്നേ മദ്യപിക്കാറുള്ളൂ. ബാറിൽ അങ്ങനെ ചുരുക്കമാണ് പോകുന്നത്. പോകാറുണ്ട്. ഇപ്പം ഞാനോ കിച്ചോ ഒന്നും കൂടെ ഇല്ലെങ്കിൽ ബാറിൽ പോകും. ഞങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ പുള്ളി ബാറിൽ പോകാറില്ല. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ കിച്ചും കൂടെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ കിച്ചുമായിട്ടുള്ള ഒരു ബന്ധവും സൗഹൃദവും അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കിച്ചുമായിട്ട് നല്ല ബന്ധം തന്നെയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ കിച്ചുവിന് ഞാൻ എപ്പോഴും വഴക്കൊക്കെ പറയായിരുന്നു. എന്താണെന്നറിയോ, അത് അവന്റെ ബോഡി ഇപ്പൊ ഒതുങ്ങിയപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കിച്ചു എപ്പോഴും ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത്. അതിൽ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ട്. കൊച്ചിന് അങ്ങനെ ഫാസ്റ്റ് ഫുഡ് എപ്പോഴും മേടിച്ചു കൊടുക്കരുത്, അത് നമ്മുടെ മോനായിട്ട് കണ്ടത്. വിവാഹമൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു അങ്ങനെയുള്ള? നമ്മൾ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ നിന്ന് തന്നെ പേപ്പറൊക്കെ മേടിച്ച് ചെയ്തിരുന്നു. വിവാഹം ഇപ്പൊ ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണല്ലോ താങ്കൾക്കെതിരെ? അതെ അതെ അതെ. നമ്മള് വിവാഹം എന്തുവാ, ലിവിംഗ് ടുഗദർ താമസിക്കുന്ന ആൾക്കാർ കോടതിയിൽ പോയിട്ട് പേപ്പറൊക്കെ മേടിച്ചോണ്ട് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് വേറൊരു വിവാദവും കൂടി വരുന്നുണ്ട്. രേണു തന്നെ പറഞ്ഞതാണ്. ഞാൻ പക്ഷെ ഇപ്പൊ ഇതുവരെയായിട്ടും ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധിച്ചേട്ടനെ 1 ലക്ഷം രൂപ എന്നാണ് ഒഴിവാക്കി വിട്ടെ എന്ന് പറഞ്ഞു. സുധിച്ചേട്ടൻ, ഈ സത്യം അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, എൻ്റെ കൂടെ ആ ടൈമിൽ ഡാൻസ് ടീമിൽ ഉണ്ടായിരുന്ന ടീമുകൾക്കൊക്കെ അറിയാം. എൻ്റെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന കൊച്ചിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടാകും സുധിച്ചേട്ടൻ. എന്നെ ഇടയ്ക്ക് നിർത്തിയിട്ടാണ് വാങ്ങിയത്. അപ്പം ഈ ബന്ധം ഒഴിയുന്ന സമയത്ത് എനിക്ക് തിരിച്ചു വേണം, എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, എനിക്ക് തിരിച്ചു വേണം, എനിക്ക് ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ പൈസ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാം. അത് 1 ലക്ഷം രൂപ തികച്ചൊന്നൊന്നില്ല, പിന്നെ കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. അപ്പം അത് അവർക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ബാലൻസ് പൈസയാണ് എൻ്റെ ഈ തന്നത് സുചേട്ടൻ്റെ. അത് അവരെ എന്തോ ശരിക്കും വെച്ചാൽ നിങ്ങൾ വിവാഹം കഴിച്ചു, വിവാഹമോചിതരായി, അതിനുശേഷം ഇപ്പൊ 8-9 വർഷങ്ങൾ കഴിഞ്ഞു. ഈ 8-9 വർഷങ്ങൾക്ക് ശേഷം ഇത്രയും കാലയളവിൽ ഒരു സമയത്തോ അദ്ദേഹം മരിക്കുന്ന സമയത്തോ അതിന് മുന്നെയോ ശേഷം ഒന്നും താങ്കളെങ്കിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതിന്റെ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഞാനാണ് സുധിയുടെ 2ാമത്തെ ഭാര്യ എന്നുള്ള രീതിയിൽ എങ്ങും പറഞ്ഞു വന്നിട്ടില്ല. ഇപ്പോ രേണു സുധിയിലൂടെയും ബാക്കിയുള്ളവരിലൂടെയും താങ്കൾ പൊങ്ങി വന്നു, താങ്കളെ കുറെ വിവാഹത്തിൽ ഉൾപ്പെടുത്തുന്നു. ആ ഒരു സന്ദർഭം ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു ശരിക്കും? ഈ രേണു തന്നെയാണ്. എനിക്ക് ബ്രോ ഒട്ടും താല്പര്യമില്ലായിരുന്നു എനിക്ക്. കാരണം എന്നുവെച്ചാൽ എൻ്റെ പാസ്റ്റ് അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്, മനസ്സിലായോ? ഇപ്പൊ സുധി ആണെങ്കിലും അല്ലാതാണെങ്കിലും നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ളവരാണെങ്കിലും അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്. അത് അവരിൽ തന്നെ ഒതുങ്ങി നിൽക്കുമായിരുന്നു, മനസ്സിലായോ? അപ്പൊ അവരിൽ തന്നെ ഒതുങ്ങി നിന്ന് ഞാനും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോയിട്ടില്ല ഇതുവരെ ആരോടും. സുധിച്ചേട്ടൻ്റെ ഒരു ഫ്രണ്ട്സ് വന്ന് എന്നോട് സംസാരിച്ചാൽ പോലും, ചേട്ടാ അവരെ കാണുമ്പോൾ തന്നെ ഞാൻ അവരെ പിടിച്ച് മാറ്റി നിർത്തിയാൽ പറയും, സുധിച്ചേട്ടൻ്റെ പേര് ഇവിടെ പറയല്ലേ, കാരണം ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോഴത്തേന് പറയല്ലേ എന്നിങ്ങനെ ഞാൻ പലവരോടും പറഞ്ഞിട്ടുണ്ട്. സത്യമായിട്ടും ഈ കേൾക്കുന്നവർക്കൊക്കെ അതറിയാം. എന്ന് വെച്ചാൽ സിനിമയിലോ സീരിയലിലോ ഒക്കെ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതലും ഈ മിമിക്രി ആർട്ടിസ്റ്റുകളാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ ഞാൻ ഇവരെ ഇങ്ങനെ രഹസ്യമായിട്ട് വിളിക്കും, ചേട്ടാ സുധിച്ചേട്ടൻ്റെ പേര് പറയല്ലേ, ആരോടും പറയല്ലേ എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊന്നും അറിയാത്ത കുറേ ജനങ്ങളുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലവരോടും പറഞ്ഞിട്ടുണ്ട്, ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയും, ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് ശിവമുരളി ചേട്ടനായിരുന്നു എൻ്റെ ഡയറക്ടറും. അപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ ജ്യോതിഷേട്ടനും ബിനിച്ചേട്ടനുമാണ്. ഇവർക്കാർക്കും സുധി എന്ന ലേബലിൽ എന്നെ അറിയില്ല. ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, ഞാൻ പറഞ്ഞിട്ടുമില്ല. തലേന്ന് ഞങ്ങൾ പോയി, കന്യാകുമാരിയിലായിരുന്നു ഞങ്ങൾക്ക് ഷൂട്ട്.
തലേന്ന് ഞങ്ങൾ പോയി. ഞാൻ ആര്യ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുട്ടി, ആര്യ സുജിൻ. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേന് ഞങ്ങൾ അവിടെ പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾക്ക് ഷൂട്ടിന് ഞങ്ങൾ ചെന്നപ്പം ശിവമുരളി ചേട്ടൻ എന്നെ അറിയാമല്ലോ, വർഷങ്ങളായിട്ട് അറിയാമല്ലോ. ചേട്ടൻ ഉടനെ എന്നെ മക്കളെ നീ എപ്പോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കേട്ടാ. ഇത് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട്ടിൽ അവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ലേഡീസിന് റൂം വന്നിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ആൾക്കാരൊക്കെ എന്നെ ഒരുമാതിരി നോക്കുന്നു, ഇങ്ങനെ മുമ്പേ തന്ന പോലല്ല വേറൊരു ഇതിൽ നോക്കുന്നു. ഈ ഇരുന്ന് സംസാരിച്ചതൊക്കെ എണീറ്റ് നിന്ന് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ശിവമുരളി ചേട്ടൻ അതിനോട് ജ്യോതിഷേട്ടൻ വന്നതിനോട് ചോദിച്ചു, വീണ സുധിയുടെ വൈഫായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ മുരളിച്ചേട്ടൻ്റെ വായിന്ന് പോയതാണിത്. അപ്പം ഞാൻ ചേട്ടനെ ഇങ്ങനെ ഒന്ന് നോക്കി. ഞാൻ എന്നിട്ട് ചേട്ടനോ, എന്തിനാണ് ചേട്ടാ ഇതൊക്കെ പറയുന്നത്? ഇത് കഴിഞ്ഞ കാലമല്ലേ ചേട്ടാ, എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മോളെ സോറി മോളെ. ആ സെറ്റിൽ നിന്ന് സർവമാന പേര് പറഞ്ഞു ഞാൻ സുധിയുടെ വൈഫായിരുന്നു, ഡിവോഴ്സായി, ഇപ്പം മാരേജ് ഒക്കെ ചെയ്തു, അവർ വേറെ ഇതിൽ ജീവിക്കുന്നു എന്ന്. സത്യമായിട്ടും എനിക്ക് ചമ്മലല്ല, അതെനിക്ക് ചമ്മലെന്തോ അല്ല, ഒരു പോരായ്മയല്ല, പക്ഷെ ഈ അറിയാത്തവരും കൂടി അറിയുന്നു. അങ്ങനെ അറിയപ്പെടാനല്ല താങ്കൾ ആഗ്രഹിക്കുന്നത്? ഇല്ല, ഒരിക്കലും അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഈ രേണു ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെ നേരത്തെ, അപ്പൊ രേണുവിന് ശരിക്കും താങ്കൾ അറിയായിരുന്നു? അറിയായിരുന്നു, തീർച്ചയായിട്ടും അറിയായിരുന്നു. അല്ല, പല അഭിമുഖങ്ങളിൽ അവർ പറയുന്നത് താങ്കളെ കുറിച്ച് അറിയില്ല, അങ്ങനെ സ്ത്രീ ഉള്ളതായിട്ട് അറിയില്ല. അറിയായിരുന്നു, എല്ലാം അറിയായിരുന്നു. എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ ഞാന് ആ സമയങ്ങളിൽ നിങ്ങൾ വിവാഹിച്ച് സുധിച്ചേട്ടനും വീണയും തമ്മിലുള്ള സമയത്ത് ഇവര് ഫ്ലവേഴ്സിന്റെ എന്തോ ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ, ഞാൻ ഇനി മറക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇറങ്ങിയപ്പോ സുധിച്ചേട്ടന്റെ എൻ്റെ, ഞാനൊരു വലിയ കമ്പനി ഇല്ല, സുധിച്ചേട്ടൻ വഴിയുള്ളൊരു കമ്പനിയാണ് പുള്ളി, അനീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ എങ്ങാണ്ട് വൈറ്റ്ല ഹബിലോ എന്തോ വെച്ച് കണ്ടു. സുധിച്ചേട്ടൻ കോട്ടയത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് കണ്ടപ്പോഴത്തേന് പുള്ളിക്കാരെ ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞ്, ഞാൻ അവളുമായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സുചേട്ടൻ പറഞ്ഞെന്ന്, നീ അങ്ങനെ സംസാരിക്കരുത്, അതായത് എന്നെ ഒരു ഇതാക്കിക്കൊണ്ട് അത് മോശമാണ് എന്നൊക്കെ പുള്ളി ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ടായി. കാരണം പുള്ളിയെക്കുറിച്ച് എന്നോട് പറയുമ്പോൾ ഞാൻ ഒന്നും പുള്ളിയെക്കുറിച്ച് പറയാറില്ല. നിർത്തിയേട്ടാ, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ഏട്ടാ, അയാളുടെ ജീവിതം നോക്കിപ്പോയി, ഞാൻ എൻ്റെ ജീവിതം നോക്കിപ്പോയി എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരാളാണ് ഞാൻ. പിന്നെ തെളിവ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, നിങ്ങൾ അതും കൂടി ഇതിനകത്ത് ഇട്ടേക്കണം. തീർച്ചയായും. അപ്പോൾ എനിക്കിത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എനിക്ക് ചോദിക്കണം. അപ്പം ഞാൻ എന്തോ ചെയ്തേ, സുധിയുടെ നമ്പർ ആദ്യം എടുത്തു, ഒരു 64 എന്ന നമ്പർ ആദ്യം എടുത്തു. അപ്പം ഞാൻ വേണ്ട, സുചേട്ടനെ വിളിച്ച് ചോദിക്കണ്ട, ചിലപ്പം നമ്മൾ തമ്മിൽ സംസാരമാവും, അത് മുഷിയും, അങ്ങനെ ഒരു പ്രശ്നമാവും, നീ എന്തിനാടാ എന്നെ കുറിച്ച് അങ്ങനെ പറയാന്നൊക്കെ ഞാൻ ചോദിക്കും, ചിലപ്പോൾ ഇയാൾ എന്തെങ്കിലും പറയും. അപ്പോൾ അതുകൊണ്ട് വേണ്ട. നേരെ ഫേസ്ബുക്കിൽ കയറി രേണുവിൻ്റെ അക്കൗണ്ട് എടുത്ത് രേണുവിന് മെസ്സഞ്ചറിൽ കയറി രേണുവിന് ഞാൻ മെസ്സേജ് അയച്ചു, രേണു ഞാൻ വീണയാണ്. പറയടാ, ഈ വീണയാണെന്ന് പറയുമ്പോൾ അറിയാത്ത ഒരാൾ ഇപ്പൊ തന്നോട് ഞാൻ പറയുന്നു വീണയാണെന്ന്, അപ്പൊ താൻ ഏത് വീണ എന്നല്ല ചോദിക്കൂ? തീർച്ചയായും. പക്ഷെ എൻ്റെ കയ്യിൽ ആ തെളിവ് മാത്രം ഇല്ല, അല്ലെങ്കിൽ ഞാനത് കാണിച്ചേനെയായിരുന്നു. എന്നാൽ ഫേസ്ബുക്കൊക്കെ ഞാൻ മാറിയപ്പോഴത്തേന് പറയടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സുധിച്ചേട്ടൻ ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു, മോശമല്ലേ, ഞാൻ എൻ്റെ കാര്യം നോക്കി പോയതല്ലേ, അപ്പം നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയാം. നല്ലതുപോലെയാണ് സംസാരിച്ചത് എൻ്റെ അടുത്ത്. ഒരു ഫ്രണ്ടിനോടൊക്കെ സംസാരിക്കും, എടാ എനിക്ക് അതൊന്നും അറിയത്തില്ല, സുധിച്ചേട്ടൻ വരട്ടെ, ഷൂട്ടിന് പോയിരിക്കുവാണ് ഞാൻ. ശരിക്കും വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ രേണു സുധി എന്ന് പറഞ്ഞ ആള്, ഇപ്പൊ രേഷ്മ എന്ന് പറഞ്ഞ ആളെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ആ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് സത്യത്തിൽ അന്നേരം അറിഞ്ഞുകൂടിയിരുന്നു രേണു ആയിരുന്നു ഞങ്ങൾക്കിടയിൽ കിടന്ന് കളിച്ചോണ്ടിരുന്നേന്ന്. പിന്നീട് എങ്ങനെയാ അപ്പൊ രേണു ആയിരുന്നു അതൊന്നും മനസ്സിലായത്? സുധിച്ചേട്ടൻ പറഞ്ഞറിഞ്ഞു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? രേണു ആയിരുന്നു എന്ന് പറഞ്ഞു, അന്ന് മെസ്സേജ് ഒക്കെ അയച്ച രേണു ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അതായത് നിങ്ങളുടെ വിവാഹമോചനത്തിന് ശേഷം ദേവു എന്നായിരുന്നു പേരടിച്ചിട്ടിരുന്നത്. അപ്പോഴാണ് പറയുന്നത്, കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം ആ സമയത്താണല്ലോ, ഇപ്പൊ നിങ്ങൾ തമ്മിലൊരു ജീവിതം മുന്നോട്ട് പോയിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും രേണുവിനോട് വിളിച്ച് സംസാരിക്കേണ്ട വന്നിട്ടുണ്ടോ? രേണു ആണെന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചിട്ടില്ല, പക്ഷേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട്. നീ ആരടി, എന്തടി നിനക്ക്, അങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കാണോ മെസ്സേജ് അയക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ താങ്കളുടെ തന്നെ വോയിസ് ഉള്ള ഒരു ഇന്റർവ്യൂ നേരത്തെ കണ്ടിരുന്നു. ആ ഇന്റർവ്യൂവിൽ താങ്കൾ പറയുന്നുണ്ട്, അതായത് അദ്ദേഹം ഒരു ദിവസം മദ്യപിച്ച് ഉറങ്ങുന്ന സമയത്താണ് കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പൊ ആ കണ്ടുപിടിച്ചതിന് ശേഷം ആ നമ്പറിലേക്ക് വിളിക്കുവോ? അന്ന് തന്നെയാണ് വിളിക്കുന്നത്. അന്ന് തന്നെയാണ് സുധിച്ചേട്ടൻ എൻ്റെ വീട്ടിൽ നിന്ന് അവരെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്.
ഈ നിങ്ങളായിട്ടുള്ള വിവാഹമോചനം അങ്ങനെ ലീഗലി നടന്നിട്ടുണ്ടോ? നമുക്ക് ഈ കൊല്ലം കോർട്ടിലാണ് നടന്നത്. കൊല്ലം കോർട്ടിലാണ് നമ്മൾ സംസാരിച്ച് ഒപ്പിട്ട് ഡിവോഴ്സ് ആയത്. അപ്പൊ അതിന് മുന്നേ ശരിക്കും രേണു സുധിയായിട്ടുള്ള വിവാഹങ്ങളും അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ തുടങ്ങിയിരുന്നു അദ്ദേഹം? ഇവരെ കൂടെ ഉള്ളൊരു എനിക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല ഇവര് പോയിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഒന്നും. പക്ഷെ ഇവരെ കൂടെ നിന്നവർ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ രേണുവായിട്ട് ആ സമയങ്ങളിൽ ഒരു ജസ്റ്റ് ഒരു ചാറ്റ് ചെയ്യുന്നു, ഇപ്പൊ എല്ലാവരും ചാറ്റ് ചെയ്യുന്നവർ അങ്ങനത്തെ ഒരു ബന്ധമാണോ അതിന്റെ അപ്പുറത്തുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട്? അല്ല, ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്കാർക്ക് ബോർ അടിക്കും, നമ്മൾ പിന്നെയും അല്ല, ചാറ്റിങ് വളരെ ബോറായിരുന്നു, ബോറായിട്ടുള്ള ചാറ്റിംഗ് ആയിരുന്നു. നേരിൽ കാണുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഇപ്പോ ഈ രേണുസുധിയായിട്ട് ഇപ്പൊ നിരവധി വിവാദങ്ങൾ ഉണ്ടാകുന്നു. രേണുസുധി പല ഇന്റർവ്യൂവിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്, വീണ എസ് പിള്ള എന്ന് പറഞ്ഞ അങ്ങനെ ഒരാളെ എനിക്ക് അറിയില്ല, ഒരിക്കൽ പോലും അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തുടർച്ചയായി വിവാദങ്ങൾ ഉണ്ടാകും. താങ്കൾ അതിനുള്ള ഇപ്പോഴാണ് കൃത്യമായിട്ടുള്ള മറുപടി, ആദ്യം ഒരു വോയിസ് മറുപടി വന്നു, ലൈവിൽ വന്നു, ഇപ്പൊ കൃത്യമായിട്ടുള്ള മറുപടികൾ ഇപ്പൊ താങ്കൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് രേണുസുധിയോട് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ കാണുന്ന പ്രേക്ഷകരോടാണ്. അവർ പറയുന്നത് കുറേ കമൻസുകൾ ഞാൻ വായിച്ചു. അപ്പോൾ അവർ പറയുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നീ ഇത്രയും നാളും ഇല്ലാത്ത നീ എന്തിനാടി ഇപ്പം വന്നേ, നീ ഇപ്പം വന്ന് കിടന്ന് ചിലയ്ക്കുന്ന എന്തിനാണ്, നിനക്ക് മുഖമില്ലേ, ഇങ്ങനെയൊക്കെ കുറേ ബോറായിട്ടുള്ള. പിന്നെ എന്നെ നാറ്റിക്കും. പിന്നെന്താ പറഞ്ഞേ, എൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ 100 മുത്തുച്ചിപ്പി വായിച്ച് സുഖമാണ്, ഇങ്ങനെയൊക്കെ കുറേ ബാഡ് കമൻറ്റുകൾ വരുന്നുണ്ട്. എനിക്ക് അതിലൊന്നും ഒരു വിഷയമില്ല. കാരണം ഒരാളെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരാൾ, എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പറയാൻ ധൈര്യമുള്ള ഒരാൾ വരട്ടെ. വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും വരട്ടെ, വെല്ലുവിളിച്ച് തന്നെ പറയാണ്, വരട്ടെ. ഞാൻ അവൻ്റെ കൂടെ പോയി, അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ പോയി, ഇല്ലെങ്കിൽ അങ്ങനെപ്പെട്ട ഒരുത്തിയായിരുന്നു എന്ന് വരട്ടെ. ഞാൻ വെല്ലുവിളിച്ച് തന്നെ പറയുവാണ്. എന്താണെന്നറിയോ, ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ സ്റ്റാൻഡ് വരെ എത്തി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വലിയൊരാളാന്നല്ല, ഒരാളെ പോലും വിഷമിപ്പിക്കാതെ. പിന്നെ എനിക്ക് 1-2 പേർക്ക് ഒരു ബാധ്യതയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അറിയാതെ പോയി പെട്ട 1-2 കാര്യങ്ങളുണ്ട്. മീൻസ് ഒരു മൂവിയുടെ ഇഷ്യൂസായിട്ട് നമ്മൾ അതും എനിക്ക് ഇതിൽ പറയണമെന്നുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും രക്ഷപ്പെടുമ്പോൾ ഉറപ്പായിട്ടും അവരെൻ്റെ കൂടെ ചേർത്ത് നിർത്തും. ആ രക്ഷപ്പെടാനായിട്ടുള്ള തയ്യാറെടുപ്പിലുമാണ് ഞാൻ. അത് സുധിച്ചേട്ടൻ്റെ പേര് വെച്ചിട്ടൊന്നും അല്ല. നമുക്കിപ്പം ഒരു മൂവി ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്നും എന്താണോ കിട്ടുന്നത്, എന്നെ ഹെൽപ്പ് ചെയ്തേ, എൻ്റെ കൂടെ നിന്നേ കുറച്ച് എൻ്റെ സഹോദരന്മാരും ഉണ്ട്. അതായത് എൻ്റെ വാക്ക് കേട്ട് അവരും പോയി പെട്ടിട്ടുണ്ട്. മീൻസ് കാശ് കൊടുത്ത് പെട്ടിട്ടുണ്ട്. അവരെ ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. പിന്നെ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞ്, ഇപ്പം നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് മുത്തുച്ചിപ്പിയോ ഇല്ലെങ്കിൽ രേഷ്മയോ മറ്റൊരു സിനിമ ചെയ്തെന്നോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്നെ ബാധിക്കുന്ന കാര്യം, നിങ്ങൾ തോണ്ടിയെടുത്തോണ്ട് വന്നോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇട്ടോ, ഒരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്ന 5 പേര് എനിക്ക് നല്ല പേര് പറഞ്ഞാൽ, ഒന്നത് എൻ്റെ ഫാമിലിക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത്, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളത്. എൻ്റെ കൂട്ടത്തിൽ എന്നെ ചേർത്ത് നിർത്തുന്ന കുറേ ആൾക്കാരുണ്ട്. സിസ്റ്റേഴ്സ് ആണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും, ബ്ലഡ് റിലേഷൻ അല്ല, എന്നെ അറിയാവുന്നത്. അത് മതി എനിക്ക്. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡും നന്നായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അല്ലാതെ നമ്മൾ ആഹാരം കഴിക്കുന്നില്ല. എനിക്ക് എന്നാൽ ഞാൻ വീട്ടിൽ പോയിരിക്കാം, ഇതൊന്നും പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പം മുതൽ ഇപ്പം വരെ ഈ താഴെ തട്ടിന്ന് മേളിലോട്ട് കയറി വരുന്നവർക്ക് ഒരു സ്വഭാവം ഉണ്ട്. എന്തെന്നറിയോ, അവരെന്തും തരണം ചെയ്തു പോകും. കാരണം ഇതെല്ലാം തരണം ചെയ്തിട്ടാണ് ഇവർ മേലോട്ട് വന്നത്. മനസ്സിലായോ? അപ്പൊ എനിക്കിതൊന്നും വിഷയമേ അല്ല, എനിക്ക് ഒരു വിഷയമില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരൻ സരത്തിനെ വിളിച്ചിട്ട് കുറേ ആൾക്കാർ, അവളങ്ങനാണ്, അവളിങ്ങനാണ്, അവള് എത്രാമത്തെ കല്യാണമാണെന്ന് അറിയാമോ, ഇതൊക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവന്മാർ മറ്റുള്ളവരെ വിളിച്ച് പറയാതെ ഈ ഒളിഞ്ഞിരുന്ന് കമന്റ് ഇടാൻ, നേരിട്ട് വാ, ഞാൻ വെല്ലുവിളിക്കുവാണ്, നേരിട്ട് വാ, നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കും. ചങ്കുറപ്പുണ്ടെങ്കിൽ, ആണാണെങ്കിൽ, ആരാണെങ്കിലും നേരിട്ട്. ഈ ആളുകളാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടുമാണ്. പിന്നെ എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, ഞാൻ ആരെയും പേടിക്കുന്നില്ല, ദൈവത്തിനെ അല്ല ഞാൻ ആരെയും പേടിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ എനിക്ക് പറയാനുള്ളത് പറയും. എന്താടി എന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിച്ചിട്ട് ഞാൻ വീട്ടിൽ കയറത്തുള്ളൂ. ചെകിടിനിട്ട് അടിക്കേണ്ടതാണെങ്കിൽ അടിക്കുക തന്നെ ചെയ്യും.
ആ ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. രേണു പല ഇന്റർവ്യൂകളും പറഞ്ഞതെന്ന് വെച്ചാൽ വീണ എസ് പിള്ള എന്ന് പറഞ്ഞ വ്യക്തിയെ തനിക്ക് അവർക്ക് അറിയേയില്ല, അവർ കേട്ടിട്ട് പോലുമില്ല. ഒന്നോ രണ്ടോ പേരുകളിൽ സുധിച്ചേട്ടൻ എപ്പോഴോ പറഞ്ഞപ്പോൾ മാത്രമാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള താങ്കളെ കുറിച്ച് ഇതിന് മാത്രം വിവാദങ്ങൾ എന്തിനായിരിക്കും ഉണ്ടാക്കുന്നത്? ഇനിയിപ്പോ നാളെ ഇപ്പൊ രേണുവിനാണെങ്കിൽ തന്നെ പറയാൻ പറ്റില്ലല്ലോ ഞാൻ അവർ അത്രക്കാരിയാണ്, അവർ ഇത്ര, കാരണം താങ്കളെ അറിയില്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പൊ എന്താണ് ശരിക്കും ഇപ്പൊ രേണുവിന് എന്തായിരിക്കും നിങ്ങളിൽ നിന്ന് വേണ്ടത്? ഞാനൊരു കാര്യം പറയട്ടെ, രേണു ഇപ്പൊ നിൽക്കുന്ന ഫീൽഡ് എൻ്റെ ഫീൽഡാണ്. രേണു കൂടിപ്പോയ ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയർ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരത്തി പോപ്പുലർ ആയത്. പക്ഷെ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി അങ്ങനല്ല. ഞാനിപ്പോൾ രേണു കാണിക്കുന്ന കണക്ക് ഒരു കൈയില്ലാത്ത ബ്ലൗസും വയറും ഒക്കെ കാണിച്ചു നിന്നാ ഇതിനേക്കാളും മേളിൽ ഞാൻ കയറിപ്പോവും. എനിക്ക് അതിനകത്ത് താല്പര്യമില്ല, ആ കാശ് എനിക്ക് വേണ്ട. ഒന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, രേണു പറയുന്നത് എൻ്റെ ആൾക്കാരോട് തന്നെയാണ്, രേണു അഭിനയിക്കാൻ പോകുന്നതും എൻ്റെ ആൾക്കാരോട് തന്നെയാണ്. അത് രേണു ചിന്തിച്ചിട്ടില്ല. മനസ്സിലായി? രേണുവിന് അറിയില്ല ഞാൻ ആരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്, ആരൊക്കെ ആയിട്ട് ഞാൻ കോണ്ടാക്ട് വെക്കുന്നുണ്ട്. ഇതൊന്നും രേണുവിന് അറിയില്ല. രേണു പോയ കോടാലി കണക്ക് ഇങ്ങനെ സംസാരിക്കും. ഇപ്പോ സുധി എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു എന്ന് എനിക്ക് ആരടുത്തും വാദിക്കണ്ട. ഈ നിൽക്കുന്ന ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾക്കും അറിയാം, ആയിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഞങ്ങൾ ഡിവോഴ്സായി, കല്യാണം ആയിട്ട് കഴിച്ചതാണെന്നൊക്കെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾക്കും അറിയാം. അതായത് ഇപ്പൊ എന്ന് വെച്ചാൽ ഈ രേണു സുധിക്ക് അറിയാലോ, കാരണം എന്ന് വെച്ചാൽ ശാലിനി എന്ന് പറഞ്ഞ ആളെ വിവാഹം കഴിക്കുന്നു, വിവാഹമോചനം നേടുന്നു, അതിനുശേഷം വീണേനൊക്കെ വിവാഹം കഴിക്കുന്നു, വിവാഹമോചനം നേടുന്നു. അപ്പൊ ശരിക്കും യഥാർത്ഥത്തിൽ കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയുടെ മൂന്നാമത്തെ ഭാര്യയാണല്ലോ രേണു സുധി. രേണു സുധി എല്ലായിടത്തും പറയുന്നത് ഞാനാണ് രണ്ടാം ഭാര്യ, രണ്ടാമത് വിവാഹം കഴിച്ച അദ്ദേഹത്തെയാണ്, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന, മക്കളെ നോക്കിയത്, മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിന് സത്യം കൂടിയല്ലേ നിങ്ങൾ ഒരു വെളിപ്പെടുത്തുന്നത്? എനിക്കങ്ങനെ സത്യം വെളിപ്പെടുത്തണമെന്നും ഇല്ലായിരുന്നു. അവളാണല്ലോ മരിച്ച സമയത്തും ചേട്ടന്റെ കൂടെ നിന്നത് അവളാണ്. പിന്നെ ഇപ്പോഴും ലീഗലി കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും അവള് തന്നെയാണ് വൈഫ്. അതൊരിക്കലും ഞാൻ ഇല്ലാന്നും പറയത്തില്ല. അവള് വൈഫല്ലെന്ന് പറയാനായിട്ടുള്ള ഇതും എനിക്കില്ല. കാരണം സുധിച്ചേട്ടന്റെ ഒരു കുഞ്ഞിനെ അവള് പ്രസവിച്ചതാണ്. മനസ്സിലായോ? പക്ഷെ അവള് പറയുന്ന ഓരോ കാര്യങ്ങളും, ഈ ഇന്റർവ്യൂലൊക്കെ കയറി പറയുന്ന കാര്യങ്ങൾ നമ്മക്കൂടി ഹേർട്ടാവും എന്നുള്ളൊരു ചിന്താഗതി ഇല്ലാതെയാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് കള്ളമാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊളിയും എന്നുള്ള ഇത് വെച്ചിട്ടല്ല, ചിന്തിച്ചിട്ടല്ല അവള് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, അവള് തന്നെയാണ് എന്നെ വെളിയിലേക്ക് കൊണ്ടുവന്നത്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം വീണയായിട്ടുള്ള ഒരു വിവാഹ ജീവിതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് രേണു ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ വീണയിൽ നിന്ന് ഒരു വ്യത്യസ്തപ്പെട്ട രേഷ്മയിലേക്ക് അല്ലെങ്കിൽ രേണു സുധിയിലേക്ക് പോകാനുണ്ടായ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല.